ലീഡാണ് കേട്ടാ, ഉറപ്പിച്ചില്ലേ? ലീഡാണ്. ബി ജെ പി 50, ബി ജെ പി ഹാഫ് സെഞ്ചുറി അടിച്ചു. ബി ജെ പി 50, ഇനി ജയിക്കാൻ 1. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റിൽ ഒരു സീറ്റ് കൂടെ കിട്ടിയാൽ NDA തലസ്ഥാനം പിടിക്കും. ഒരേ ഒരു സീറ്റിന് വേണ്ടി LDF 26, UDF 19. LDF 26, UDF 19. ഈ പോക്ക് പോയാൽ അത് പിടിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഒരു സീറ്റ് കൂടി വേണം. 98 ഇടങ്ങളിലെ ലീഡിങ്ങിന്റെ 97 ഇടങ്ങളിൽ. അപ്പൊ പല ലീഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നുണ്ട്. ഇനി എണ്ണുന്ന മാത്രമല്ല, അനുസരിച്ച് നോക്കിയാൽ BJPക്ക് കംഫർട്ടബിൾ ആയി തലസ്ഥാനം പിടിക്കാം. LDFന് കനത്ത തിരിച്ചടി. തലസ്ഥാനത്ത് താമരയുടെ വിളയാട്ടമാണ്. 100%. ഇനി താമര പാടമായി മാറും തലസ്ഥാനം എന്നുള്ളതാണ് ഈ വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കോഴിക്കോട് നിന്ന് ഒരു വാർത്തകൾ വരുന്നുണ്ട്. 28, 26, 13 രണ്ടിടത്തൂടെ അറിയാനുണ്ട്. ഒരു പക്ഷേ 28, 13 LDF, UDF, BJP അങ്ങനെയാണെങ്കിൽ കോഴിക്കോടും പോവും. കോഴിക്കോടും പോകാനുള്ള മൊത്തം കോർപ്പറേഷനും കയ്യിൽ നിന്ന് പോവും. അപ്പോൾ നിലവിൽ 5 കോർപ്പറേഷനുകൾ കയ്യിലുണ്ടായിരുന്ന LDFന് ഇക്കുറി ആകെ കോഴിക്കോട് മാത്രമാണ് അല്പം. കോഴിക്കോട് കൂടി പോവുകയാണ്. അവിടെ സംപൂജ്യമാകുമോ? 28, 26, 13 കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മധുരം പങ്കിടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആഹ്ലാദ പ്രകടനം. ശാസ്ത്രങ്ങളെത്താണോ ശരണം വിളി? ശരണം വിളിക്കേണ്ടത് ശബരിമലയിലല്ലേ? ശരണം വിളിക്കാൻ ഇവിടെ നിന്നും വിളിക്കാം, അത് തോന്നണമെന്ന് മാത്രം. അതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് ശരണം വിളി തമ്മിൽ എന്ത് ബന്ധം? അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് ജയിച്ചെന്നാണോ പറയുന്നത്? തോറ്റവര് പലതും അസൂയ കൊണ്ട് പറയും. ശാസ്താംകുളത്ത് അയ്യപ്പ ക്ഷേത്രം ഉണ്ടോ? എല്ലായിടങ്ങളിലും ഉണ്ട്. കേരളത്തിലുടനീളം വേണമെങ്കിൽ ഒന്ന് സഞ്ചരിച്ചു. അതെല്ലാം നവകേരള സദസ്സിന് പോയതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നല്ലതാണ്. പക്ഷേ ബദൽ സംഗമം നടത്തിയ പന്തളത്ത് 3ാം സ്ഥാനത്തായി. അതിദാരിദ്ര്യ മുക്ത കേരളം എന്ത് സംഭവിച്ചു? ഇപ്പോൾ മുക്തമാകുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിദാരിദ്ര്യത്തിന് മുക്തമായപ്പോൾ മൂർത്തമായതും അമൂർത്തമായതുമായ കേരളത്തിലെ വലിയ വിജയം തന്നെയാണ്. ശ്രീരേഖയുടെ പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP ഭരിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോണു എന്നതിന്റെ അഭിമാനം, ചാരിതാർത്ഥ്യം, അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി. വോട്ട് ചെയ്ത എല്ലാവരോടും, എന്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, ശബരിമല ശാസ്താവിനോടും അനന്തപത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ 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 നന്ദി. അത്രയും മാത്രമേ പറയാനുള്ളൂ. മേഡം, ഒരു ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാർലമെന്റ് രംഗത്തേക്ക് പോവുകയാണ്. വേറൊരു തലത്തിലാണ് ഇനി ജീവിതം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണത്? നോക്കട്ടെ, ഞാനിപ്പോ കൗൺസിലറാണ്, അത് മാത്രമാണ് ഇപ്പൊ ശ്രദ്ധ. എന്റെ വിവാദങ്ങൾ എല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ. ഈവൻ തിരുമലയിൽ വൻ ഭൂരിപക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശരി, അതെ തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ. ശ്രീലേഖയുടെ പ്രതികരണമാണ് കണ്ടത്. എല്ലാവർക്കും നന്ദി പറയുന്നു. ശാസ്ത്രമംഗലം ശ്രീലേഖ പിടിച്ചിരിക്കുകയാണ്. 50 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് വെച്ചുകൊണ്ടാണ് ശ്രീലേഖ പ്രതികരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൃത്യമായ ലീഡുമായി നിൽക്കുകയാണ് BJP. ഇത് ജനങ്ങൾ നൽകിയ വിജയമാണ്. 50 സീറ്റുകളിൽ ലീഡുമായി BJP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് അടിപതറിയിരിക്കുന്നു പൂർണ്ണമായും. അതേസമയം കോൺഗ്രസിന്റെ തിരിച്ചുവരവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണുകയാണ്. 10ൽ നിന്നുള്ള വളർച്ച കോൺഗ്രസ് കൈവരിച്ചിരിക്കുകയാണ്. K. മുരളീധരനും ശബരിനാഥനും ഒപ്പം നേതൃത്വം നൽകിയ എല്ലാവർക്കും അഭിമാനിക്കാം. അതോടൊപ്പം ചിലർക്ക് പന്തയത്തിൽ മീശ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പന്തയത്തിൽ മീശ നഷ്ടപ്പെട്ട ഇടത് പ്രവർത്തകരാണ്. UDF നഗരസഭാ ഭരണം പിടിച്ചതിൽ പത്തനംതിട്ട സ്വദേശി ബാബു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് മീശ പഠിച്ചിട്ടാണ് വെറ്റിൽ തോറ്റിട്ട്. അല്ല, കാര്യമല്ല, മീശ പഠിച്ചു, ഒരാൾ പഠിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ LDF നോക്കൂ, കോഴിക്കോട്ടും LDFന് ശക്തമായ ഒരു എതിരാളിയായി UDF വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. കോഴിക്കോട്ടും ഒരുപക്ഷെ LDFന് തിരിച്ചടി നേരിടാനുള്ള കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊമ്മേരിയും അരീക്കാടുമാണ് ഇനി വരാനുള്ളത്. അത് UDFന്റെ സ്ഥലമാണ്. അതുകൂടെ വന്നാൽ 28, 13 ആയിട്ട് കാര്യങ്ങൾ എവിടെ? കോഴിക്കോട് 28, 13 ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF LDF ആണ് മുമ്പിൽ 28. അപ്പോൾ കോഴിക്കോട്ടും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന്